മുന്നണി ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഒപ്പമാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് CPM എന്ന പാർട്ടി ഇടുക്കി ജില്ലയുടെ കുടിയേറ്റ കാലം മുതൽ ഇവിടുത്തെ കർഷകൻ്റെയും കർഷക തൊഴിലാളികളുടെയും എല്ലാ വിഷയങ്ങളിലും നിരന്തരം ഇടപെടുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് വിഷയം വന്നാലും ഇവിടുത്തെ ഓരോ CPMകാരനും ഇടതുപക്ഷക്കാരനും ഇടപെടുകയാണ്. ഒരു വീട്ടിലേക്ക് ഒരാൾ രാത്രി ഓടിക്കയറി വന്നാൽ അവനോടൊപ്പം ഇറങ്ങിപ്പോകാൻ മുണ്ടെടുക്കുന്ന ഷർട്ടിടുന്ന താമസം മാത്രമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കാണിക്കുന്നത്. വണ്ടി വിളിക്കാൻ പറയുകയോ അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയമോ മതമോ ഒന്നും ചോദിക്കാതെ രാപ്പകൽ ഇടപെടുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് CPM. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ചെയ്ത് ഇടതുപക്ഷ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആയതിനാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം രേഖപ്പെടുത്തി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്ഥാനാർത്ഥി അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കുന്ന മോളമ്മ ഉൾപ്പെടെ ആളുകളെ വിളിക്കുകയും ഞങ്ങൾ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുക. മോളമ്മ സുരേന്ദ്രന് കഴിഞ്ഞ 5 വർഷമായിട്ട് പമ്പവളവർ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ചെയർപേഴ്സണാണ്. അപ്പോൾ 5 വർഷത്തിലേക്ക് കടക്കുകയാണല്ലേ. മോളമ്മയുടെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ്. പഞ്ചായത്തിൽ മത്സരിക്കുന്ന എൻ്റെ ചിഹ്നം 2 അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അവർ മത്സരിക്കുന്നുണ്ട് 14-ാം വാർഡിൽ. അദ്ദേഹത്തിൻ്റെ ചിഹ്നം അതും 2 ഞങ്ങൾ ഈ ജയിമിൽ മത്സരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും തീർച്ചയായും കൂടെ ഉണ്ടാകും. ഞങ്ങളുടെ ഉറപ്പാണത്. ഞാനൊക്കെ 10-40 വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 95 തൊട്ട് പാമ്പാടുമാർ പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു. 10 വർഷം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, 5 വർഷം പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ 15 വർഷം പൂർത്തിയാക്കിയ ആളാണ്. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും കൂടെ വരുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. നിങ്ങൾ ഏത് സമയത്ത് തന്നെ വിളിക്കാം. എന്നെയും അതോടൊപ്പം തന്നെ ജോസിയാണ്, അതുപോലെ തന്നെയാണ് മത്സരിക്കുന്ന ജോസിയാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ആൾ നമുക്ക് സുപരിചിതയായ മുണ്ടീർ സ്വദേശിയായ സ്വപ്ന ജോയി തീർച്ചയായിട്ടും നിൽക്കുന്ന ആളാണ്. ഒരു മത്സരരംഗത്ത് ആദ്യമാണ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും നിരവധി കാര്യങ്ങൾ ആരോഗ്യരംഗത്തൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുക. അവരെ വിജയിപ്പിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും നമുക്കുള്ളതാണ്. അവരുടെ ചിഹ്നം അരിവാൾ നെൽക്കതിലാണ്. അവരുടെ വിജയിച്ച് വരേണ്ട നാടിൻ്റെ വികസനത്തിന് തീർച്ചയായിട്ടും വലിയ അത്യാവശ്യമാണ്. വലിയ മുതൽക്കൂട്ടാവുന്നത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ 2 ചിഹ്നത്തിലും അരിവാൾ ചുറ്റി നക്ഷത്രത്തിലും അതുപോലെ തന്നെ അരിവാൾ നെൽക്കതിൽ നൽകി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ഏറെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഞാൻ ജോസ് തെക്കേക്കുറ്റ് 14-ാം വാർഡിൽ പ്രാവശ്യം മത്സരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 16 വാർഡിൽ വിജയിച്ചു, മെമ്പറായി, പ്രസിഡൻ്റായി. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പാമ്പാടുമാർ പഞ്ചായത്തിലെ 73 കോടി രൂപയുടെ വികസനം നടത്താൻ ഈ ഭരണസമിതി സാധിച്ചു. അതുപോലെ തന്നെ 16-ാം വാർഡിൽ സാധിക്കുന്ന എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും നടത്തി. ഇനി ആകപ്പാടെയുള്ള 2 റോഡുകളാണ്. അത് 14-ാം വാർഡിനോട് ചേർന്ന് കിടക്കുന്ന 2 റോഡുകളാണ് 16-ാം വാർഡിന് വികസിക്കാനുള്ളത്. ഈ 14-ാം വാർഡ് ഞാൻ വിജയിക്കുകയാണെങ്കിൽ അത് മുതൽ 14-ാം വാർഡ് കംപ്ലീറ്റ് 16-ാം വാർഡ് പോലെ തന്നെ ആക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. 16-ാം വാർഡിലുള്ള എല്ലാവർക്കും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് കിടന്ന 14-ാം വാർഡിലും 15-ാം വാർഡിലുള്ള ആളുകൾക്ക് തന്നെ അറിയാം. ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പ്രവർത്തിക്കാനാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് 2 ചിഹ്നത്തിൽ വോട്ടുകൂട്ടി എന്നെയും 15-ാം വാർഡിൽ മത്സരിക്കുന്ന ദേവിച്ചൻ ചിന്താറുപണി 2 ചിഹ്നത്തിലും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന മോളമ്മ സുരേന്ദ്രനെ അദ്ദേഹം 50 കോടി രൂപയാണ് ഈ 4 വർഷം കൊണ്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വായ്പയായിട്ടും സബ്സിഡി ആയിട്ടും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മോളമ്മയെയും അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിലും ജില്ലയിലേക്ക് മത്സരിക്കുന്ന സ്വപ്ന ജോയിയെ അരിവാൾ നെൽക്കതിൽ ചിഹ്നത്തിൽ വോട്ടുകുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.